പ്രസ്താവന കാണിച്ചു തരാം. ലക്ഷ്മി കാണത്ത്. വന്ദേ മാതരം ഈരടികൾ മാത്രം അവതരിപ്പിച്ചത് പ്രതിപക്ഷത്തിന്റെ വിജയം. പ്രതിപക്ഷ നിലപാട് സർക്കാർ ശരിവെച്ചതിൽ സന്തോഷം എന്ന് PA മുഹമ്മദ് റിയാസ്. അധികം അങ്ങോട്ട് സന്തോഷിക്കേണ്ട, കാരണം എല്ലാ കാലത്തും ഈ സർക്കാർ ഇങ്ങനെ ശരിവെക്കാനായിട്ട് കൂടെ ഉണ്ടാവില്ല. അധികം താമസിയാതെ തന്നെ ദേശീയവാദികൾ കേരളം ഭരിക്കുന്ന കാലം വരും. പിന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ മുറിച്ചല്ലേ നമുക്ക് പറ്റൂ, മുഴുവനായിട്ട് പറ്റൂലല്ലോ. എന്ത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം പറയട്ടെ. എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? കേട്ടോ? ഒന്നുകൂടി കേട്ടോക്കി. അധികം താമസിയാതെ തന്നെ ദേശീയവാദികൾ കേരളം ഭരിക്കുന്ന കാലം വരും. പിന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ മുറിച്ചല്ലേ നമുക്ക് പറ്റൂ, മുഴുവനായിട്ട് പറ്റൂലല്ലോ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറഞ്ഞത്, ഇവരെന്തിനാണ് ഈ എല്ലാ മുസ്ലിങ്ങളുടെയും തുണി പൊക്കാൻ നടക്കുന്നത്? ഈ മുറിച്ചെന്നുള്ള കാര്യം മനസ്സിലായി നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ പറഞ്ഞുതരാം. ചില ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഓടൂല. മുസ്ലിം വിഭാഗത്തിലെ ആളുകൾക്ക് സുന്നത്ത് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. അവരവരെ പീനസ് ഇല്ലേ, അവരെ ലൈംഗികാവയവം, അതിൻ്റെ തലപ്പ് ആ തൊലി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയും. അത് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ടെന്ന് വിചാരിക്കുക. പോസിറ്റീവായിട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അഗ്രഭാഗം ആ ഒരു തൊലി ചെത്തിക്കളഞ്ഞാൽ അതിന് ഉൾവശം മുഴുവൻ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും മറ്റൊക്കെ പെട്ടെന്ന് പറ്റും എന്നുള്ളതാണ്. എന്നാൽ അതിന് നെഗറ്റീവ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അത് ഒരു അല്പം റഫായിട്ട് പതുക്കെ ഗ്രാജുവൽ റഫായിട്ട് മാറും എന്നുള്ളതാണ്. അങ്ങനെ മാറുന്നത് ഒരു പക്ഷേ പലവിധ കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് അതിനെപ്പറ്റി പിന്നെ ചർച്ച ചെയ്യാം. ഇപ്പം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അതല്ല. പക്ഷെ ലക്ഷ്മി കാണത്ത് ഇവിടെ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാം മുറിച്ചിട്ടല്ലേ നമുക്ക് ശീലമുള്ളൂ, അധികം അത് നോക്കണ്ട എന്നുള്ള പറയുന്നത്. ഇവരെ പ്രശ്നം എന്താണ്? മുസ്ലിങ്ങൾ ഈ തലപ്പ് മുറിച്ചതാണ് ഇവരെ വിഷയം? അല്ലെങ്കിൽ ഇവരെല്ലാ മുസ്ലിങ്ങളുടെയും ആണുങ്ങളുടെയും തുണി പൊക്കിയിട്ട് തലപ്പ് മുറിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ടോ? ഇനി എന്താണ് ഇവർ ആദ്യം പറഞ്ഞ വിഷയം? എന്താണ് ഇവർ ആദ്യം പറഞ്ഞ വിഷയം? നോക്കിയേ. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഒരു പ്രസ്താവന കാണിച്ചു തരാം. വന്ദേ മാതരം ഈരടികൾ മാത്രം അവതരിപ്പിച്ചത് പ്രതിപക്ഷത്തിന്റെ വിജയം. വന്ദേ മാതരം അതിന്റെ ഈരടികൾ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. അത് മുഴുവൻ ചൊല്ലിയില്ല. എവിടെ? നമ്മുടെ നിയമസഭയിൽ. എന്നാൽ അത് മുഴുവൻ ചൊല്ലി. അത് സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് അത് മുഴുവൻ ചൊല്ലി. അതും ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നാണ് അതിനെക്കുറിച്ചിട്ട് VD സതീശൻ മേനോന് പറയാനുള്ളത്. സംഗീതം അവിടെ കിടക്കട്ടെ. എന്താണ് വന്ദേ മാതരത്തിന്റെ പ്രശ്നം? ഒന്നാമത് പറയേണ്ടത്, അത് ജനാധിപത്യപരമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ട് ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചൊല്ലുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കണോ? അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഭരണഘടനാപരമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന വിഷയം. ഇനി എന്താ ഇതിലത്തെ പ്രശ്നം? ആദ്യത്തെ ഒരു 2 സ്റ്റാൻസ് എങ്ങാണ്ട് വലിയ കുഴപ്പമില്ല. അതേ ഇപ്പോൾ നമ്മുടെ ഇവിടെ ചൊല്ലിയിട്ടുള്ളൂ. അതിന് നേരെ താഴ്ത്തിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഹിന്ദു ദൈവങ്ങളെ പുകഴ്ത്തുന്ന വരികളാണ്. ഒരു ജനാധിപത്യ ഇന്ത്യയിൽ ജനാധിപത്യപരമായിട്ട് അധികാരത്തിൽ കയറുന്ന ഒരു സർക്കാരിനും വന്ദേ മാതരം പരിപൂർണമായിട്ട് ചൊല്ലാൻ കഴിയില്ല. കാരണം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വോട്ട് മാത്രം നേടിയിട്ടല്ല എലക്ഷൻ ജയിച്ച് നമ്മൾ പോകുന്നത്. നമ്മൾ വോട്ട് നേടുന്നത്, വോട്ട് ചോദിക്കുന്നത്, നമുക്ക് കിട്ടിയ വോട്ടുകൾ അതിൽ ഹിന്ദു ഉണ്ടാവാം, മുസ്ലിം ഉണ്ടാവാം, പാഴ്സി ഉണ്ടാവാം, ജൈന ഉണ്ടാവാം, ബൗദ്ധം ഉണ്ടാവാം, മനസ്സിലായില്ലേ, ക്രിസ്ത്യൻ ഉണ്ടാവാം. ഇങ്ങനെ എല്ലാ ജാതി മത വിഭാഗങ്ങളും, കറുത്തവനും വെളുത്തവനും, നീളം കൂടിയ നീളമില്ലാത്തവനും, മെലിഞ്ഞവനും തടിച്ചവനും എന്ന് വേണ്ട ശാരീരിക വ്യത്യാസമുള്ളവർ മുഴുവൻ, ആണും പെണ്ണും ട്രാൻസ്ജെൻഡേഴ്സും, ഇനിമ ട്രാൻസ്ജെൻഡേഴ്സ് തന്നെ പറയുന്ന LGBTQ ആ ക്യൂർ കമ്മ്യൂണിറ്റി മുഴുവൻ, എല്ലാ വിഭാഗം ആളുകളും, സമൂഹം അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്തതുമായിട്ടുള്ള എല്ലാവരും വോട്ട് ചെയ്തിട്ടാണ് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ കയറുന്നത്. അങ്ങനെ കയറുന്ന ഒരു ഗവൺമെന്റ് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പ്രാർത്ഥനാ ഗീതം പരിപൂർണമായിട്ട് ചൊല്ലുക എന്ന് പറയുന്നത് ശരിയല്ല എന്നർത്ഥം. ഓക്കെ, ഇപ്പൊ തന്നെ VD സതീശൻ മേനോൻ ഗവൺമെന്റ് ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലെങ്ങാണ്ട് ആ പ്രാർത്ഥനാ ഗീതം മുഴുവനായിട്ട് ചൊല്ലിയപ്പോൾ തന്നെ ഇവിടെയുള്ള ചില ആളുകൾക്കൊന്നും അത് അത്ര ഇഷ്ടമായിട്ടില്ല. ആരാ? ചില ആളുകൾക്ക് ഒട്ടും മടിക്കേണ്ട, ലീഗിന് തന്നെ അത് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. സംഖ്യകൾക്ക് അടിമപ്പെടുകയാണോ VD സതീശൻ മേനോൻ എന്നാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹം ഭയപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അവരത് ഭയപ്പെടും.
അവർക്കും ഈ വായന എന്ന് പറയുന്ന സംഗതിയൊക്കെ ഉള്ള ആളുകളാണ്, നല്ല നോളജ് ഉള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രാർത്ഥനകൾ ചൊല്ലുക, അതെല്ലാവർക്കും വേണ്ടി ചൊല്ലുക എന്ന പറയുന്ന പരിപാടി ശരിയല്ല എന്ന് ഈ ഗവൺമെന്റ് എടുത്ത തീരുമാനമല്ല, അത് ഇതിനു മുമ്പ് കഴിഞ്ഞ 10 തവണ നമ്മുടെ കേരളം ഭരിച്ച പിണറായി വിജയൻ ഗവൺമെന്റ് എടുത്ത തീരുമാനം. ഒരു തവണ പോലും ഈ അധികാരം വിട്ടൊഴിഞ്ഞ കഴിഞ്ഞ 10 വർഷത്തില് ഒരു തവണ പോലും എവിടെയും ഈ വന്ദേ മാതരം എന്ന് പറഞ്ഞ പരിപാടി ചൊല്ലിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാല് 1% പോലും RSSനും മറ്റും അടിമപ്പെട്ടിട്ടില്ല, BJPക്കും മറ്റും അടിമപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പിണറായി വിജയൻ ഗവൺമെന്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ ചരിത്രം ആലോചിക്കുക. എന്നാൽ അതേസമയം തന്നെ ആ ഗവൺമെന്റ് കഴിഞ്ഞ് ഒരു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ കയറുന്ന ആ ദിവസം തന്നെ അവര് തന്നെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമിൽ ആ ഒരു പ്രാർത്ഥനാ ഗീതം പരിപൂർണമായിട്ട് ചൊല്ലിയത് ഞാൻ അറിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട് സഹോദര, വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട് സുഹൃത്തെ എന്ന് പറയേണ്ടി വരുന്നു. ആ ഒരു ഭരണഘടനാപരമായിട്ടുള്ള ആ ഒരു ചടങ്ങിനിടയ്ക്ക് അതുവരെ ജാതി പറയാത്ത നമ്മുടെ മുഖ്യമന്ത്രി അന്ന് ആദ്യമായിട്ട് VD സതീശൻ മേനോൻ എന്ന് തന്റെ ജാതി പേര് കൂട്ടിപ്പറഞ്ഞു. അതിൽ അഭിമാനിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതോടുകൂടി ചിത്രങ്ങളെല്ലാം വ്യക്തമാവുന്നു, ജാതീയതൊക്കെ അസലായിട്ട് തലയിലുണ്ട്. അല്ലെങ്കിൽ അതുവരെ VD സതീശൻ എന്ന് തന്നെ പറഞ്ഞ ഒരാള് എത്ര പെട്ടെന്നാണ് ഒരു ജാതി കൂടി വാല് ഒപ്പം വന്നത് എന്ന് പൊതുജനങ്ങൾ സംശയിക്കുന്നു. ഒപ്പമുള്ള ഘടകകക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗുകാരും അതിൽ ചെറിയ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പെട്ടെന്നാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ചില ആളുകളൊക്കെ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത്. തൊട്ടടുത്ത ദിവസം കേരളത്തിൽ ചിലയിടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു, വലിയ സംശയമുണ്ടാകുന്നു. ഇപ്പോഴിതാ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ മാത്രമേ പണം അനുവദിക്കുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാതെ തന്നെ VD സതീശൻ മേനോൻ അധികാരത്തിൽ ഏറിയപ്പോൾ തന്നെ ഒപ്പിടുന്നു. ഇദ്ദേഹത്തെ ചില RSS നേതാക്കളൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു. ഒരു സമയത്ത് പിണറായി വിജയന്റെ കാറിൽ കയറിയതിന് ഒരു വർഗീയവാദിയെ കൂട്ടിപ്പിടിച്ചു എന്ന് പിണറായി വിജയനെ പറഞ്ഞിരുന്നു. ആരാ കാറിൽ കയറിയത്? വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോഴത് അദ്ദേഹത്തിന്റെ മകനുമായിട്ടിരുന്ന് കുശലം പറയുന്നു. അടുത്ത ദിവസം വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോകുന്നുണ്ടത്രേ. കഴിഞ്ഞിട്ടില്ല. ഇതേ വെള്ളാപ്പള്ളി നടേശന്റെ അടുത്തേക്ക് ശിശുക്ഷേമം ആ ഒരു മന്ത്രി ഉണ്ടല്ലോ, പേര് മറന്നുപോയി, മകനങ്ങാടി ഈ അടുത്ത് വണ്ടി ഇടിപ്പിച്ചിട്ട് ആരൊക്കെ എന്തൊക്കെ പ്രശ്നം സംഭവിച്ചില്ലേ, ആ ഒരു ബഹുമാനപ്പെട്ട ആ ഒരു മന്ത്രി അതാ അവരെ മുമ്പിൽ പോയി തല കുമ്പിട്ട് വണങ്ങുന്നു. ദൈവമേ കൈക്കോഴാം കേക്കുമാറാകണം, കലമാമന് നീ കക്കുമാറാകണം, അങ്ങനെ എന്തൊക്കെയോ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിട്ട് അതാ കൈ കുമ്പിട്ട് വണങ്ങുന്നു. അദ്ദേഹം അതാ അനുഗ്രഹിക്കുന്നു. വാ തുറന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെ പച്ച വർഗീയത മാത്രം പറയുക എന്നുള്ള ലക്ഷ്യമായിട്ട് നടക്കുകയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ. ഒരിക്കൽ വിലക്കപ്പെട്ടവൻ എങ്ങനെയാണ്, എത്ര പെട്ടെന്നാണ് ഇവർക്ക് വിലക്കപ്പെട്ടവൻ എന്നുള്ള പേര് മാറിയിട്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നുള്ള ഒരു പദത്തിലേക്ക് എത്തുന്നത്? അങ്ങനെ എത്തുമ്പോൾ അതിലൊരു രാഷ്ട്രീയ ശരികേടുണ്ടല്ലോ എന്ന് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഒന്നും തോന്നാത്ത എന്തുകൊണ്ടാ? നമ്മുടെ ജനങ്ങൾക്ക് തോന്നാത്ത എന്തുകൊണ്ടാണ് പിണറായി വിജയന് കിട്ടാത്ത എല്ലാ പ്രിവിലേജും കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടുന്നത്? അവർക്ക് എന്ത് തെണ്ടിത്തരം വേണമെങ്കിലും ചെയ്യാം. എന്നാ പിണറായി വിജയൻ ആയിക്കൂടെ? അതും അംഗീകരിക്കേണ്ടതല്ലേ? പിണറായി വിജയൻ കയറ്റിയപ്പോൾ മോശക്കാരനായിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണ് ഇവർക്ക് മോശക്കാരനല്ലാതായി മാറുന്നത്? അന്ന് മോശക്കാരെന്ന് പറഞ്ഞിരുന്ന ഇവർ എത്ര പെട്ടെന്നാണ് അവരെ മുമ്പിൽ പോയിട്ട് കുമ്പിട്ട് വാഴുന്നത്? ഇതാണ് നമുക്കും കിട്ടണം പണം. നടുക്കല്ലൻ സരസ്വതി വെളുത്ത താമരപ്പൂവിൻ പുറത്തുമല്ല, അങ്ങനെ ഒരു താമരപ്പാട്ടൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അകത്തല്ല പുറത്തല്ല നടുക്കല്ലൻ സരസ്വതി തരരരരരിരാരി തരരരരി. ബൈ.